Kuwait Janam, brought to you by Pawans, the first choice of the parents for the best education. Powered by Medax Medical Care, Al Rashid Cargo. നമസ്കാരം. കുവൈറ്റിലെ വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന വേദിയായ കുവൈറ്റ് ജനം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുവൈറ്റിലെ പ്രമുഖ പാൻ ഇന്ത്യൻ സംഘടനയായ ഭാരതീയ പ്രവാസി പരിഷത്ത് തങ്ങളുടെ പ്രവർത്തന പഥത്തിലെ 10ാം വാർഷികം റേസിംഗ് ഭാരത് പ്രവാസി മഹോത്സവ് എന്ന പേരിൽ ആഘോഷിച്ചു. ഭാരതത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരവും പ്രവാസി കരുത്തും വിളിച്ചോതിയ ചടങ്ങിൽ കേന്ദ്ര മുൻമന്ത്രി മീനാക്ഷി ലേഖി, PK കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. ഗാന്ധി സ്മൃതിയും സാംസ്കാരിക സമന്വയം ഒത്തുചേർന്ന ഈ പ്രവാസി മഹോത്സവത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഭാരതീയ പ്രവാസി പരിഷത്ത് പ്രസിഡന്റ് സുധീർ വി മേനോന്റെ അധ്യക്ഷതയിൽ കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തെ ഒന്നാകെ സാക്ഷിയാക്കിയാണ് മഹോത്സവത്തിന് തുടക്കമായത്. പ്രോഗ്രാം കൺവീനർ അരുൺകുമാർ സ്വാഗതം ആശംസിച്ചു. ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഹരിത് കേതൻ ചേലാൻ ചടങ്ങ് ദീപ്തമാക്കി. BPP has members and supporters from more than 22 states. You could have seen how the representation of the entire India was there in stage some time before. മഹാത്മാഗാന്ധിയുടെ 78ാം ഓർമ്മദിനത്തിലായിരുന്നു ചടങ്ങെന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു. ഭാരതത്തിലെ 23 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദമ്പതികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവാസികൾ ഗാന്ധിജിക്ക് പുഷ്പാർച്ചന നടത്തിയത് ചടങ്ങിന് വൈകാരികമായ ഒരു തലവും നൽകി. BJP സംസ്ഥാന സമിതി അംഗവും BPPയുടെ ജനറൽ സെക്രട്ടറിയുമായ ഹരി ബാലരാമപുരം സംഘടനയുടെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. हमने lot of difficulties we face it, especially in the corona time. There is lot of people who left Bharatiya Pravasi Parishad, who left means who gone back to from here Kuwait to India and relocated it. Second, thank you. See, I've said BPP and Seva Darshan, both of you, I've said this in private meetings, I've said this in front of the ambassador, but I think this merits me saying this out in public. To the BPP and to Seva Darshan, thank you for all that you did during the Prime Minister's visit. കുവൈറ്റിലെ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അബ്ദുൾ റഹ്മാൻ ഫഹദ് അൽ സഖ്ലിയെ പ്രതിനിധീകരിച്ച് അബ്ദുള്ള മുസൈദ് അൽ സലാട്ടും ആശംസകൾ നേർന്നു. ചടങ്ങിലെ ഏറ്റവും ശ്രദ്ധേയമായ നിമിഷങ്ങൾ പ്രവാസി സമ്മാൻ പുരസ്കാര വിതരണമായിരുന്നു. ഭാരതീയ ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും അറബിയിലേക്ക് വിവർത്തനം ചെയ്ത അബ്ദുൽ ലത്തീഫ് അൽ നസേഫിനെയും അബ്ദുള്ള അൽ ബറൂണിനെയും പ്രവാസി സമ്മാൻ നൽകി ആദരിച്ചത് സാംസ്കാരിക സമന്വയത്തിന്റെ വലിയ മാതൃകയായി. ചടങ്ങിലെ മുഖ്യാതിഥിയായ മുൻ വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖിയുടെ പ്രസംഗം പ്രവാസികൾക്ക് വലിയ ഊർജ്ജമാണ് നൽകിയത്. ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന സാമ്പത്തിക ശക്തിയായി ഭാരതം ഉയരുന്നത് പ്രവാസികളുടെ കൂടി കഠിനാധ്വാനം കൊണ്ടാണ്. റൈസിംഗ് ഭാരത് എന്നത് വെറുമൊരു വാക്കല്ല, അത് ലോകക്രമത്തിൽ ഇന്ത്യ നേടുന്ന സ്വീകാര്യതയുടെ അടയാളമാണെന്ന് മീനാക്ഷി ലേഖി പറഞ്ഞു. So when I think about Pravasi and Pravasi Bharatiya, I think of a couple of things. One, of course, is the pride of who you are, the pride I take in your achievements of being good, kind, compassionate, hardworking, intelligent people who contribute to the well-being of the nation of your adoption and also contribute to the well-being back home. പ്രവാസികൾക്കായി ഭാരത സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും അവർ ഊന്നി പറഞ്ഞു.
കുവൈറ്റും ഭാരതവും തമ്മിലുള്ള ദൃഢമായ ബന്ധത്തെയും ആ ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിൽ BPP പോലുള്ള സംഘടനകളുടെ പങ്കിനെയും അവർ പ്രശംസിച്ചു. You tell the people that these are the qualities which Indians have. Quality of hard work, quality of intelligence, quality of integrity, which makes my country credible. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ PK കൃഷ്ണദാസും ചടങ്ങിൽ സംസാരിച്ചു. പ്രവാസി ഭാരതീയരുടെ പ്രശ്നങ്ങളിൽ സംഘടന ഇടപെടേണ്ടതിന്റെ ആവശ്യകതയും കേരളത്തിലെ വികസനത്തിൽ പ്രവാസികൾക്കുള്ള പങ്കും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതാണ് അവരുടെ ഭാവം. ഇതാണ് ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെഡക്സ് മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ മൂന്നാമത്തെ ഒരു ബ്രാഞ്ച് ഫർവാനിയിൽ തുടങ്ങുന്ന വിവരം വളരെ സന്തോഷപൂർവ്വം നിങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രാർത്ഥനയും വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. BPP ട്രഷറർ കൃഷ്ണകുമാർ നന്ദി പ്രകാശിപ്പിച്ചു. Esteemed guests, Srimati Meenakshi Lekhi, ex-Minister of State of External Affairs. സംഘടനയുടെ പ്രഥമ PP മുകുന്ദൻ പുരസ്കാരം ചടങ്ങിൽ പ്രഖ്യാപിച്ചു. പ്രവർത്തന രംഗത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് മുതിർന്ന നേതാവും രാജ്യസഭാ അംഗവുമായ സദാനന്ദൻ മാസ്റ്റർക്കാണ് PP മുകുന്ദൻ സ്മാരക അവാർഡ് നൽകുന്നത്. തുടർന്ന് വിവിധ സാംസ്കാരിക സമ്മേളനം വർണ്ണാഭമായ കലാപ്രകടനങ്ങളായി സമ്പന്നമായിരുന്നു. 450-ലധികം കലാകാരന്മാരാണ് ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങൾ വേദിയിലെത്തിച്ചത്. കാശ്മീർ മുതൽ കേരളം വരെയുള്ള വൈവിധ്യങ്ങൾ കുവൈറ്റിന്റെ മണ്ണിൽ പുനർജനിച്ചു. ഉള്ളടക്കം കൊണ്ടും സംഘാടനം കൊണ്ടും കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസി ചരിത്രത്തിൽ ഈ 10ാം വാർഷികാഘോഷവും പുതിയൊരു അധ്യായമാണ് എഴുതി ചേർത്തത്. Kuwait Janam, brought to you by Pawans, the first choice of the parents for the best education. powered by Medax Medical Care, Al Rashid Cargo. 2.5 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി പ്രവാസികൾക്കിടയിൽ സാമൂഹിക സാംസ്കാരിക വിപ്ലവം തീർത്ത NSS കുവൈറ്റ് തങ്ങളുടെ സിൽവർ ജൂബിലി വർഷത്തെ ഒരു ചരിത്ര നിമിഷമാക്കി മാറ്റിയിരിക്കുകയാണ്. ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ ദർശനങ്ങളെ നെഞ്ചോട് ചേർത്ത് കുവൈറ്റിന്റെ മണ്ണിൽ 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന NSS കുവൈറ്റ് തങ്ങളുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളും മന്നം ജയന്തിയും അതിവിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. അബ്ബാസിയിൽ അരങ്ങേറിയ ഈ സാംസ്കാരിക സംഗമം പ്രവാസ ലോകത്തെ മലയാളി കരുത്തിന്റെ സാക്ഷ്യപത്രമായി മാറി. വെറുമൊരു പ്രവാസി സംഘടന എന്നതിലുപരി ഒരേ ലക്ഷ്യത്തിലേക്കും ലക്ഷ്യബോധത്തിലേക്കും വിരൽ ചൂണ്ടുന്ന സമാന ചിന്താഗതിക്കാരുടെ കരുത്തുറ്റ കൂട്ടായ്മ. കേരളത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യം പുനർജനിപ്പിച്ചുകൊണ്ടായിരുന്നു NSS കുവൈറ്റിൻ്റെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ശോഭായാത്ര. കഥകളിയും തെയ്യവും മോഹിനിയാട്ടവും ചുവടുവച്ച വീഥികളിൽ പരശുരാമനും പഴശ്ശിരാജാവും ചിത്തിരി തിരുനാൾ മഹാരാജാവും മന്നത്ത് പത്മനാഭനും വേഷപ്പകർച്ചകളിലൂടെ പുനരാവിഷ്കരിക്കപ്പെട്ടു. കുവൈറ്റിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നൂറുകണക്കിന് NSS കുടുംബാംഗങ്ങളും ഈ സാംസ്കാരിക ഘോഷയാത്രയിൽ അണിനിരന്നു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി പരമിത ത്രിപതി ഉദ്ഘാടനം ചെയ്തു. NSS കുവൈറ്റ് പ്രസിഡന്റ് N. കാർത്തിക് നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി അനീഷ് P. നായർ സ്വാഗതം പറഞ്ഞു. പ്രശസ്ത ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ മുഖ്യ പ്രഭാഷണവും നടത്തി. മന്നത്ത് ആചാര്യന്റെ ദർശനങ്ങളെ പിന്തുടരുന്ന ഈ സമുദായ അംഗങ്ങൾ
ജാതി മത വർണ്ണ ഭേദമന്യേ എല്ലാവരെയും ഏകോദര സഹോദരങ്ങളെ പോലെ കരുതുകയും കേരളത്തിൽ മതേതരത്വവും അതുപോലെ തന്നെ കേരളത്തിന്റെ സാമൂഹിക ഐക്യവും നിലനിർത്താൻ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ്. നിർമ്മാണം തുടങ്ങിയ 10 വീടുകളിൽ 5 വീടുകൾ നമ്മൾക്ക് ദാനമായി നൽകിയിട്ടുള്ളത് ലുലു ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറും മലയാളികളുടെ സ്വകാര്യ അധികാരവുമായ ശ്രീ M.A. യൂസഫ് അലി സാർ അവർക്കാണ്. ഇലകൾ കൂട്ടിമുട്ടുമെന്ന് ഓർത്ത് അകറ്റി നട്ട മരങ്ങളാണ് നമ്മൾ. തോമസിന്റെ വീട്ടിൽ ഒരു ഇലഞ്ഞി മരവും, രാമൻ നായരുടെ വീട്ടിൽ ഒരു പൈൻ മരവും, മുഹമ്മദ് അലി സാറിന്റെ വീട്ടിൽ വേറൊരു മരവും ഉണ്ടാവും. 3 ജാതിക്കാരുടെ മരമാണ്. പക്ഷെ താഴെ വേരുകൾ തമ്മിൽ കെട്ടിപ്പിടിച്ച് ഒരേ ജലം കുടിക്കുന്നുണ്ട്. അത് നായരുടെയോ ഈഴവന്റെയോ മുസ്ലിമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ അല്ല. അത് വേരുകൾ കടന്ന് കുവൈറ്റിൽ വരെ എത്തിയെന്ന അത്ഭുതമാണ് ഞാനിവിടെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പിലിരിക്കുന്നവരെല്ലാം നമുക്ക് പ്രിയപ്പെട്ടവരാണ്. മറ്റൊരാളെ ദ്രോഹിച്ചുകൊണ്ടല്ല, വേറൊരാളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടല്ല നമ്മൾ വളരേണ്ടതെന്ന് പറഞ്ഞ ഒരു വലിയ ആചാര്യന്റെ പിന്തുണക്കാരാണ് നമ്മൾ. ആരാധനായ വയലാർ പറയുന്നത് പോലെ ഈ വിശ്വപ്രകൃതിയിൽ എങ്ങാനും ഒരു മുല്ലപ്പൂവിതൾ വിരിഞ്ഞാൽ, കാട്ടിലെ കതിർകാണാക്കിളി ചിലച്ചാൽ, മുളങ്കൂട്ടിലെ തത്തമ്മയ്ക്ക് നൊമ്പരം വിതുമ്പിയാൽ അത് എന്നിലും വന്നലയ്ക്കും എന്നാണ് വയലാറിന്റെ കവിത. ചടങ്ങിലെ പ്രധാന ആകർഷണം മന്നം എക്സലൻസ് അവാർഡ് വിതരണമായിരുന്നു. സാഹിത്യ വിഭാഗത്തിൽ രാജീവ് ആലുങ്കലും, പാചകരംഗത്തെ മികവിന് ചെഫ് സുരേഷ് എസ് പിള്ളയും, വ്യവസായ ജീവകാരുണ്യ മേഖലകളിലെ ഇടപെടലുകൾക്ക് പ്രദീപ് മേനോനും അവാർഡുകൾ ഏറ്റുവാങ്ങി. മിടുക്കന്മാരായ വിദ്യാർത്ഥികൾക്കുള്ള എഡ്യൂക്കേഷൻ അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഞാൻ ഒത്തിരി സ്ഥലത്തൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയാലും എല്ലാവരും പറയുന്ന കുവൈറ്റിലെ ഭക്ഷണം ഏറ്റവും മികച്ചതാണ് വീട്ടില്. അപ്പൊ അതുകൊണ്ട് ആകെ ഒരു മലയാളികൾ നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും മികച്ച ഭക്ഷണമാണ് നമ്മുടെ കേരളത്തിലെ ഭക്ഷണം. ലോകത്തെല്ലാം ഇത്രയധികം സുഗന്ധദ്രവ്യങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഈ ഭക്ഷണം കഴിച്ച് അല്ലെ കഴിഞ്ഞ 30-40 years ആയിട്ട് ഇവിടെ ഉള്ള ഈ മനുഷ്യരൊക്കെ ആഹാരം കൂടുതൽ കഴിച്ചിട്ട് ഇപ്പൊ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളിലൂടെ മലയാളികളൊക്കെ പൊക്കോണ്ടിരിക്കും. കഴിഞ്ഞ 42 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്ത കമ്പനി അൽ റഷീദ് എനിക്ക് അതിൽ തന്ന അവസരം തന്ന അവരെന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഉത്തരവാദിത്തത്തിന് നന്ദിയുണ്ട്. അതിനെന്നോടൊപ്പം സഹകരിച്ച സഹപ്രവർത്തകരുണ്ട്, എന്റെ എംപ്ലോയീസ് ഉണ്ട്. എനിക്ക് കിട്ടിയ അവാർഡ് ഞാൻ അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. മന്നം ജയന്തി സ്മരണികയുടെയും ആഗ്നേയ മാഗസിന്റെയും പ്രകാശനം സ്ഥാനപതി നിർവഹിച്ചു. ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ശ്രീജിത്ത് KS, മെഡെക് CEO VP മുഹമ്മദ് അലി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. മെഡിക്കൽ രംഗം മലീമിഷമായി കൊണ്ടിരിക്കുന്ന കാലത്ത് മെഡെക്സ് നിങ്ങൾക്ക് ഒരു കൈത്താങ്ങുമായി നിങ്ങളെ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകുകയാണ്. മെഡെക്സ് മെഡിക്കൽ ഗ്രൂപ്പ് അതിന്റെ 3ാമത്തെ ബ്രാഞ്ച് ഫർവാനയിൽ തുടങ്ങാൻ പോകുന്ന വിവരം വളരെ വിനീതപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. രക്ഷാധികാരി KP വിജയകുമാർ, വനിതാ സമാജം കൺവീനർ ദീപ്തി പ്രശാന്ത്, വെൽഫെയർ കമ്മിറ്റി കൺവീനർ പ്രബീഷ് MP എന്നിവരും സംസാരിച്ചു. ട്രഷറർ ശ്യാംജി നായർ നന്ദി രേഖപ്പെടുത്തി. വിവിധ കമ്മിറ്റികളുടെ ഏകോപനത്തിലൊരുക്കിയ വിഭവസമൃദ്ധമായ സദ്യയും കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് പൂർണ്ണതയേകി.
Kuwait Janam, brought to you by Pavans, the first choice of the parents for the best education. powered by Medax Medical Care, Al Rashid Cargo. വിദ്യാഭ്യാസ രംഗത്തെ മികവിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും 20 വർഷങ്ങൾ പിന്നിട്ട് കുവൈറ്റ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂൾ വിജയഗാഥകളിലേക്ക് കുതിച്ച സ്കൂളിൻ്റെ 20ാം വാർഷികാഘോഷങ്ങൾ സ്മാർട്ട് ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രതീക്ഷകൾ ഒരു ഭാരമോ ചിറകോ എന്ന വേറിട്ട പ്രമേയത്തിലൂന്നിയ ആഘോഷരാവിൻ്റെ വിശേഷങ്ങൾ കാണാം. ദർശനങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്കുള്ള സ്കൂളിൻ്റെ യാത്രയെ പ്രതിഫലിപ്പിച്ചുകൊണ്ടായിരുന്നു IASന്റെ 20ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായത്. ബവൽസ് മെഡലി സ്ഥാപകനും ചെയർമാനുമായ NK രാമചന്ദ്ര മേനോൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. പ്രാർത്ഥനാ ഗീതങ്ങളോടെയും ദേശീയഗാനത്തിന്റെ പ്രൗഢിയോടെയും ആരംഭിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ആനന്ദ് വിക്ടർ, വിവിധ വൈസ് പ്രിൻസിപ്പൽമാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. So once you start loving your children, make them understand how much you bother about them, how much you care about them, I'm sure your children will be the best children in the world. I'm sure about it. ശിക്ഷയേക്കാൾ സ്നേഹത്തിന് മുൻഗണന നൽകി കുട്ടികളെ വളർത്തണമെന്ന് ചെയർമാൻ NK രാമചന്ദ്ര മേനോൻ തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. സ്കൂളിന്റെ അക്കാദമിക് നേട്ടങ്ങളും കായിക രംഗത്തെ കുതിപ്പും വ്യക്തമാക്കുന്ന വീഡിയോ പ്രദർശനം കാണികളിൽ അഭിമാനം നിറച്ചു. വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ച പ്രിൻസിപ്പൽ ആനന്ദ് വിക്ടർ സ്കൂൾ കൈവരിച്ച സമാനതകളില്ലാത്ത അക്കാദമിക് മുന്നേറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ചു. Today we tell the story of our children. Today we tell it to them. And today we are telling for them. Today as the story unfolds before your eyes, I ask you to let one quiet thought stay with you. Today it may be your child's story. വിദ്യാർത്ഥികളുടെ സുരക്ഷ, അച്ചടക്കം, ടീം വർക്ക് എന്നിവയിൽ സ്കൂൾ പുലർത്തുന്ന വിട്ടുവീഴ്ചകളില്ലാത്ത നിലപാടുകളും രക്ഷിതാക്കളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പുതിയ PTM മാതൃകകളെക്കുറിച്ചും അദ്ദേഹം പ്രസംഗത്തിൽ വ്യക്തമാക്കി. They will become, but for who they really are. To accept them as they are, just as we receive them with wonder, with gratitude, as a gift entrusted to us. Today, may we choose to celebrate effort over 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും മികച്ച അക്കാദമിക് ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച സ്കൂൾ എന്ന അംഗീകാരം IAS നേടിയെടുത്തത് അദ്ദേഹം എടുത്തു പറഞ്ഞു. I want to thank God for all His unfailing mercies, mercies that have sustained us, guided us, and carried us through every challenge and every triumph. Today marks almost 10 days since the completion of my second year, not just another year of service, but ഗണിത വിഭാഗം മേധാവി ബീന കൃഷ്ണയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ തേജസ് എന്ന സ്കൂൾ മാഗസിന്റെ ഡിജിറ്റൽ പ്രകാശനവും വേദിയിൽ നടന്നു. പത്താം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും ടോപ്പർമാരെയും സഹപാഠ്യ പ്രവർത്തനങ്ങൾക്ക് മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും സ്കൂൾ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. ആഘോഷങ്ങൾക്ക് ആവേശം പകർന്ന് സ്കൂൾ ബാൻഡിന്റെ സംഗീത വിരുന്നും അരങ്ങേറി.
എന്നാൽ വേദിയിലെ പ്രധാന ആകർഷണം എക്സ്പെക്ടേഷൻ എ വെയിറ്റ് ഓർ എ വിങ് എന്ന പ്രമേയത്തിൽ അവതരിപ്പിക്കപ്പെട്ട ദൃശ്യാവിഷ്കാരമായിരുന്നു. കുട്ടികളുടെ വളർച്ചയിൽ രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും പ്രതീക്ഷകൾ സമ്മർദ്ദമാകാതെ അവർക്ക് പറന്നുയരാനുള്ള ചിറകുകളായി മാറണമെന്ന സന്ദേശം ഈ ആവിഷ്കാരം വരച്ചു കാട്ടി. ഇരുപത് വർഷത്തെ പാരമ്പര്യത്തിന്റെ കരുത്തിൽ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് IAS കുവൈറ്റ് ചുവടുവയ്ക്കുന്നു. നന്ദി പ്രകാശത്തോടെ അവസാനിച്ച ഈ സ്വർണ്ണ ജൂബിലി ആഘോഷം കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന് മായാത്ത ഓർമ്മയായി മാറി. ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ആർട്ട് കുവൈറ്റ് സംഘടിപ്പിച്ച നിറം ചിത്രരചനാ മത്സരത്തിന്റെ വിജയികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ചടങ്ങിൽ കുവൈറ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ മുസ്തഫ അൽ മുസൈവി മുഖ്യാതിഥിയായിരുന്നു. കുവൈറ്റിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 2600-ലധികം വിദ്യാർത്ഥികളാണ് സാംസ്കാരിക സംഗമത്തിൽ പങ്കെടുത്തത്. സമ്മാനദാന ചടങ്ങ് ഡോക്ടർ മുസ്തഫ അൽ മുസൈവി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ശിവകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മത്സരത്തിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച IAS ഭാരതീയ വിദ്യാഭവൻ ഓവറോൾ ചാമ്പ്യന്മാരായി. സാൽമിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ 2ാം സ്ഥാനവും അഹമ്മദി ഫാഹേൽ അൽവത്താനി ഇന്ത്യൻ പ്രൈവറ്റ് സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച സ്കൂളിനുള്ള C ഭാസ്കരൻ മെമ്മോറിയൽ ട്രോഫി കെയ്ത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ സ്വന്തമാക്കി. രക്ഷിതാക്കൾക്കും സന്ദർശകർക്കുമായി ഒരുക്കിയ ഓപ്പൺ ക്യാൻവാസ് പെയിന്റിംഗ് മത്സരവും ചടങ്ങിന് മാറ്റുകൂട്ടി. ട്രഷറർ അജിത് കുമാർ സ്വാഗതവും ജോയിന്റ് കൺവീനർ സിസിത ഗിരീഷ് നന്ദിയും രേഖപ്പെടുത്തി. കേരള സംസ്കാര സാഹിതി സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഷോർട്ട് ഫിലിം അവാർഡുകൾ പ്രഖ്യാപിച്ചു. കോട്ടയത്ത് നടന്ന പ്രഖ്യാപനത്തിൽ കുവൈറ്റിൽ നിന്നുള്ള പ്രവാസി മലയാളികളുടെ ഷോർട്ട് ഫിലിമുകൾ മികച്ച നേട്ടം കൈവരിച്ചു. സംവിധാനത്തിലും അഭിനയത്തിലുമുള്ള പ്രധാന പുരസ്കാരങ്ങൾ കുവൈറ്റിലെ കലാപ്രതിഭകൾ സ്വന്തമാക്കി. പ്രവാസ മണ്ണിൽ നിന്നും സിനിമയുടെ ലോകത്തേക്ക് കാൽവെപ്പുകൾ നടത്തുന്ന ശൈലേഷാണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓൺ ടൈം, മസ്ക എന്നീ ചിത്രങ്ങളുടെ സംവിധാനത്തിനാണ് അധ്യാപകനായ ശൈലേഷ് അവാർഡ് നേടിയത്. കുവൈറ്റ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂളിലെ ഗണിത വിഭാഗം അധ്യാപകൻ ശ്രീകാന്ത് P. നായരാണ് മികച്ച നടൻ. ഓൺ ടൈം, ഒട്ടകം എന്നീ ചിത്രങ്ങളിലെ അഭിനയമാണ് ശ്രീകാന്തിനെ അവാർഡിന് അർഹനാക്കിയത്. സമകാലിക സ്ത്രീയുടെ കരുത്തും ആത്മവിശ്വാസവും വെള്ളിത്തിരയിൽ പകർന്നാടിയ അഖില ആൻവി മികച്ച നടിക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കി. മസ്ക എന്ന ചിത്രത്തിലെ ശക്തമായ നിലപാടുള്ള സ്ത്രീ കഥാപാത്രം അഖിലയുടെ കരിയറിലെ മികച്ച പ്രകടനമായി. ഡോക്ടർ RP പ്രദീപ്, സംവിധായകരായ ജോസ് തോമസ്, അഖിൽ ഖാവുങ്ങൽ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡുകൾ നിർണയിച്ചത്. ഈ മാസം 17-ന് കോട്ടയം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉത്സവ് 2026 മഹാസംഗമത്തിലാണ് അവാർഡുകൾ വിതരണം ചെയ്യുന്നത്. കുവൈറ്റിലെ പത്തനംതിട്ടക്കാരുടെ കൂട്ടായ്മയായ PDA കുവൈറ്റ് തങ്ങളുടെ പ്രവർത്തനത്തിന്റെ 25ാം വാർഷികം ആഘോഷിക്കുന്നു. രജത പൗർണമി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഈ രജത ജൂബിലി സംഗമം വെള്ളിയാഴ്ച അബ്ബാസിയ സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2.5 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി കുവൈറ്റിലെ പ്രവാസി സമൂഹത്തിനിടയിൽ വേറിട്ട് നിൽക്കുന്ന PDA കുവൈറ്റ് തങ്ങളുടെ രജത ജൂബിലി ചരിത്രമായ ഒരു ആഘോഷമാക്കി മാറ്റുവാനുള്ള ഒരുക്കത്തിലാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് അബ്ബാസിയ സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്, കുവൈറ്റിലെ ഇന്ത്യൻ അംബാസിഡർ പരമിത ത്രിപതി, പത്തനംതിട്ട MP-യും സംഘടനയുടെ രക്ഷാധികാരിയുമായ ആന്റോ ആന്റണി എന്നിവർ വിശിഷ്ടാതിഥികളായി ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് സംഘാടകർ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷങ്ങൾക്ക് മിഴിവേക്കാൻ വമ്പിച്ച കലാപരിപാടികളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഗായകരായ അഫ്സലും അഖില ആനന്ദും നയിക്കുന്ന ഗാനമേള പ്രധാന ആകർഷണമാകും. കൂടാതെ മെന്റലിസ്റ്റ് അനന്തു അവതരിപ്പിക്കുന്ന മെന്റലിസം ഷോയും സംഘടനയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്ന് പ്രസിഡന്റ് ലാലു ജേക്കബ് പറഞ്ഞു. ജനറൽ സെക്രട്ടറി മാർട്ടിൻ മാത്യു, ട്രഷറർ ആനി ബിനു, ജൂബിലി കൺവീനർ ബെന്നി ജോർജ്, ഉപദേശക സമിതി അംഗം രാജൻ തോട്ടത്തിൽ, മീഡിയ കൺവീനർ നവീൻ ജോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുവൈറ്റ് ജനത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Kuwait Janam, brought to you by Pavans, the first choice of the parents for the best education. powered by Medax Medical Care, Al Rashid Cargo,